ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ചെറിയ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് കൃഷി സ്ഥലങ്ങളിലേക്ക് പോകുന്ന മാതാപിതാക്കൾ, അതായത് സ്കൂൾ അവധി ദിവസങ്ങളിലൊക്കെ മാതാപിതാക്കൾ മക്കളെയൊക്കെ കൂട്ടിയിട്ട് കൃഷി സ്ഥലങ്ങളിലും പുറത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ കൃഷി സ്ഥലങ്ങളിലൊക്കെ മക്കളെയും കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ മക്കളെ നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അതായത് സ്വന്തം അച്ഛന് തൻ്റെ 2 കുട്ടികളെയും കൂട്ടിയിട്ട് കൃഷി സ്ഥലത്ത് പോയതാണ്. വളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ വളം ഇടാനും അതുപോലെ തന്നെ കൃഷിയൊക്കെ ഒന്ന് പരിചരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഈ അച്ഛൻ. പക്ഷേ കുട്ടി അറിയാതെ വളമെടുത്ത് കുടിച്ചു. അവസാനം കുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. നമുക്ക് വീഡിയോ കാണാം, ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾ നോക്കണം ഗൈസ്, അതായത് ആ ഒരു കൃഷിസ്ഥലത്ത് തന്നെ വെച്ച ഒരു CCTVയിൽ പതിഞ്ഞ ഒരു ദൃശ്യമാണിത്. 2 കുട്ടികളാണ് ഉള്ളത്. 2 കുട്ടികളെയും കൂട്ടിയിട്ടാണ് ആ അച്ഛൻ ഈ ഒരു ഇവിടത്തേക്ക് വന്നത്, കൃഷിസ്ഥലത്തേക്ക് വന്നത്. എന്തായാലും കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം, ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഈ കൃഷിക്കൊക്കെ പ്രയോഗിക്കുന്ന ആ ഒരു മരുന്നടിക്കുന്ന മെഷീൻ അവിടെ കാണാം. തൊട്ടടുത്തായിട്ട് ഒരു കുപ്പിയിൽ എന്താണെന്നറിയില്ല, കൃഷിക്ക് ഉപയോഗിക്കുന്ന വളം രാസവളം തന്നെ ആയിരിക്കാം. നമുക്കറിയാം അത്രത്തോളം വിഷാംശങ്ങളടങ്ങിയ, അത്രത്തോളം കെമിക്കൽസുകൾ അടങ്ങിയ ഒരു പദാർത്ഥമാണ് ഈ രാസവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കുട്ടി നിങ്ങൾ നോക്കുക, ആ കുട്ടി അതിൻ്റെ കളറും അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചപ്പോൾ കുട്ടി വിചാരിച്ചത് കുടിക്കുന്ന എന്തോ സാധനമാണ് എന്ന് വിചാരിച്ചിട്ട് കുട്ടി എടുത്ത് കുടിച്ചു. നിങ്ങൾ നോക്കുക, അച്ഛൻ നല്ല ജോലി തിരക്കിലാണ്, കുട്ടികളെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് കുട്ടികളെയും കൂട്ടിയിട്ട് പോകുന്നത്? ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ഓക്കെ, എന്തോ പണിത്തിരക്കിലാണ് അച്ഛൻ. മക്കൾ ഇവിടെ ചെയ്യുന്ന പരിപാടി ഇതാണ്. നല്ലോണം കുടിക്കുന്നുണ്ട്. എന്താ ചെയ്യലേ? അപ്പം തന്നെ അധിക സമയമൊന്നും ആയിട്ടില്ല, കുടിച്ചൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ കുട്ടിക്ക് ബോധക്ഷയം സംഭവിക്കുകയാണ്. കുട്ടി ബോധം പോകുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ കുട്ടി മാറുകയാണ്. നിങ്ങൾ നോക്കുക, 2 പേരും പരസ്പരം പങ്കിട്ട് കുടിക്കുകയാണ്. അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞത് കൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നത്. വേറെ ആരും ഇല്ല കേട്ടോ, അച്ഛൻ്റെ കൂടെ വേറെ പണിക്കാരോ ആരും ഇല്ല. അച്ഛൻ ഒറ്റക്കാണ്. അയാൾ തന്നെ ഒരു കൃഷിക്കാരനാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ സാധന സാമഗ്രികളും അടുത്തുണ്ടാകും, അല്ലെങ്കിൽ കയ്യിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതൊക്കെ എടുത്തിട്ട് രാവിലെ വന്ന് ഒന്ന് പരിചരിച്ച് പോകുന്ന ഒരു രീതി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ചയല്ലേ, കുട്ടികളെയും ഒന്ന് കുട്ടികളെയാം. ചിലപ്പോൾ അമ്മ വീട്ടിലുണ്ടാകില്ല, അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ നോക്കേണ്ട ഒരു നിർബന്ധ സാഹചര്യത്തിൽ ചിലപ്പോൾ എടുത്ത് കൊണ്ടുപോയതായിരിക്കാം. എനിവേ, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഖേദിച്ചിട്ടൊരു കാര്യമില്ലല്ലേ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയാം, മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി മാറുകയാണ്. അപ്പോൾ എന്നിട്ട് പോലും സ്വന്തം തന്തക്കത് മനസ്സിലായിട്ടില്ല. ഓക്കെ, പണിക്കാരനാണോ? ഓ മൈ ഗോഡ്, പണിക്കാരനാണോ? അത് പണിക്കാരനാണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു മരുന്ന് സ്പ്രെഡ് ചെയ്യുന്ന മെഷീൻ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ, എൻ്റെ പൊന്നു, എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ആ കുട്ടി ആ ഒരു വളം എടുത്ത് കുടിച്ചു. കുട്ടിയെ ഉടനടി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും നമുക്ക് ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ. എന്താ ചെയ്യുക? സോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക.